ടാക്സ് മീ ടി ടി. ഒരു കാട്, ആ കാടിൻ്റെ സെൻറ്ററിലൂടെ അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞ മലപ്പുറത്തെ നമ്പർ 1 വാട്ടർഫാൾ എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിഷ്വലായിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, അതുകൊണ്ട് നേരെ വീഡിയോയിലോട്ട് കിടക്കും. ഈ ഒരു സ്പോട്ടിലോട്ട് വന്ന 2 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 ഏരിയക്കും 2 ടിക്കറ്റാണ്. ആ 2 ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 2 കൗണ്ടറുണ്ട്. മറ്റേ കൗണ്ടർ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൗണ്ടർ ഏരിയയാണ്. അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ വാട്ടർഫാളിലോട്ട് മാത്രമേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ പെർ ഹെഡ് 10 റുപ്പീസ്. ആറ്റിൻപാറ വാട്ടർഫാളിലോട്ട് കയറണമെങ്കിൽ പെർ ഹെഡ് 10 റുപ്പീസ്. പവർ സ്റ്റേഷനിലോട്ട് കയറണമെങ്കിലും പെർ ഹെഡ് 10 റുപ്പീസാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. സ്പോട്ടിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ നടന്നു വന്ന വഴിയൊക്കെ ചെടികളൊക്കെ നിറഞ്ഞിങ്ങനെ സംഭവം കളറാണ്. ഇവിടെയൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. വാട്ടർഫാളിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അധിക പേരും കുളിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്. വൈഡ് ഏരിയ ഒരു സ്പോട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല ചെടികളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല ഇരിപ്പിടങ്ങളെ കൊണ്ട് ഉള്ളൊരു സ്പോട്ടാട്ടോ. അങ്ങ് ദൂരെ തലയ്ക്ക് ഒരു വ്യൂ കാണുന്നുണ്ട്. ഒരു പാറപ്പുറത്ത് ഒരു വേലി കിട്ടിയിട്ടുള്ള ഒരു വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ആറ്റിൻപാറ വാട്ടർഫാളിനെ മുഴുവനായിട്ട് കാണണമെങ്കിൽ അവിടെ ചെല്ലേണ്ടി വരും. നമ്മളെന്തായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു ചെറിയ ആ ഒരു വ്യൂവും കൂടിയും കണ്ടിട്ട് പോകും. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിനി ആറ്റിൻപാറ വാട്ടർഫാൾ വെള്ളമൊക്കെ കുറവാണ് കേട്ടോ. എനിക്കറിയത്തില്ല, ഈ ഒരു മലപ്പുറത്തെ നമ്പർ 1 വാട്ടർഫാൾ എന്നൊക്കെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടായിരുന്നത്. ആ ഒരു വെള്ളച്ചാട്ടത്തിൽ ആ ഒരു വെള്ളം കമ്മിയാണ്, പക്ഷേ വൈഡ് ഏരിയയാണ്. നമ്മൾ ഈ പുറകെ കാണുന്ന എത്രത്തോളം നമുക്ക് മുകളിലോട്ട് പോയി ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇരിക്കാനുള്ള ആളുകൾ കമ്മിയാണ്. ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഭയങ്കര കുറവാണ്. വേറെ മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ചോദിച്ചാൽ, ആറ്റിൻപാറ വാട്ടർഫാളിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വേനൽക്കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ചൂടാണ്. ഓക്കെ, നമ്മളെന്തായാലും ആ വ്യൂ പോയിൻറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ആ വ്യൂ നമ്മൾ എത്തിച്ചേരേണ്ട ഇടങ്ങളിലോട്ട് എത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് വഴിയൊന്നുമില്ല, നമ്മളങ്ങ് നടന്ന് കയറുക അത്ര തന്നെയാണ്. ഒരു പാറമുകളിലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സ്പോട്ട് നിൽക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ്. അത്യാവശ്യം ആളുകളുണ്ടോ പക്ഷേ വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടേക്ക് ആളുകൾ കൊണ്ടായിരിക്കും അങ്ങനെ ആളുകളില്ല എന്ന് തോന്നുന്നത്. ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കപ്പിൾസ് ഉണ്ട്. ഇതൊരു കപ്പിൾസ് ഏരിയ ആണെന്ന് ചോദിച്ചാൽ അല്ല, കപ്പിൾസിനെ പറ്റിയ ഏരിയ നമുക്ക് പറയാൻ പറ്റില്ല. ഫൈനലി നമുക്കൊന്ന് കുറച്ചും കൂടി സംസാരിക്കുന്നതിനെക്കുറിച്ച്. ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ കാണുന്നത്. കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടി മഴക്കാലത്താണ് ഞാൻ വരുന്നതെങ്കിൽ കുറച്ചും കൂടി അടിപൊളി വിഷ്വലി കാണാമായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും പോകുന്ന പോലെ വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ്. ഓക്കെ, അത്യാവശ്യം കാണുമ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷെ അത് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര വൗക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുമ്പോഴേക്കും. ഇതൊരു കപ്പിൾ സ്പോട്ടാണ് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമല്ല, നമ്മൾ ആ വെള്ളത്തിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് ആ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട്. മുകളിലോട്ടൊക്കെ നല്ല ഏരിയകളുണ്ട്. മരങ്ങളാണ്, തണലാണ്, പക്ഷേ നല്ല ചൂട് കൂടിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല ഒരു കപ്പിൾസ് പറഞ്ഞല്ലോ, എന്നാലും വന്നിരിക്കുക. പക്ഷേ ക്രൗഡ് ഒരു ഞായറാഴ്ച ആയതുകൊണ്ടും ഭയങ്കര കമ്മിയാണ് തോന്നുന്നു. കാരണം വെള്ളം എനിക്ക് തോന്നുന്നു കുറവായതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ഏരിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെള്ളത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. താഴെ ഏരിയ 2 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവത്തുള്ളൂ എന്നൊക്കെയാണ് അവിടുത്തെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഓപ്പൺ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയകളൊക്കെ ഓപ്പണായി എന്നറിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ വരുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും വെള്ളം കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇങ്ങനെ പരന്ന് കിടക്കുകൊണ്ടെന്നാണ് അറിയത്തില്ല, നമുക്കിങ്ങനെ കാണുമ്പോൾ അങ്ങോട്ട് ഒരു ഫീല് വരുന്നില്ല. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളോട്ട് തന്നെ കുറച്ചുകൂടി ഇങ്ങനെ നടന്ന് കയറി പോകാൻ ഭയങ്കര വൈബ് തരുന്ന സംഭവമാണ്. ഭയങ്കര കല്ലുകളൊക്കെയാണ്, സൂക്ഷിച്ച് നടക്കണം. ഭയങ്കര ഡേഞ്ചർ സ്പോട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒന്ന് കാല് തെറ്റിയാൽ താഴെ പോവും. പിന്നെ കല്ലുമ്മിലൊക്കെ വെള്ളം നനഞ്ഞ കല്ലൊക്കെ ഭയങ്കര വൗക്കലും കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഏരിയയിലൊക്കെ വരുന്നവരൊക്കെ നിൽക്കുക. നമ്മൾ ഇതുവരെ ഇങ്ങനെ നൈസായിട്ട് അതിൽ തപ്പി ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. അതായത് ഇവിടുന്നത്തെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഓക്കെ, നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ ഒരു വന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് തുടക്കത്തിൽ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഭയങ്കര ഡേഞ്ചറാണ്. പിള്ളേരൊക്കെ നൈസായിട്ട് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ പിള്ളേരൊക്കെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ക്രോസ് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും പിടിച്ച് നിൽക്കാനുള്ള ഭാഗമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിന്ന് നേരെ താഴോട്ട് കൊണ്ടാണ് പിന്നെ പോകുന്നത്. താഴെ പോയത് തന്നെയാണ്. ഒത്തിരി നേരമായിട്ട് ഈ ഒരു സ്പോട്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം തോന്നിയത്.
എവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്? ആ ഒരു വെള്ളം തേടിയുള്ള ഒരു പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മുകളിലൊക്കെ ഏതൊക്കെയോ പിള്ളേരെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പോട്ട് തരുന്ന ഒരു ഫീലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പോയ സമയത്ത് അവിടെ നമുക്ക് അങ്ങോട്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, കാരണം ഭയങ്കര വെയിലാണ്, നമുക്കധികവും ഒരു വൈബ് കിട്ടുന്നില്ല. പക്ഷേ ഇതിലൂടെ ഇപ്പോൾ നടക്കുമ്പോൾ സംതിങ് ഫീലുണ്ട്, വൈബുണ്ട്, നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണമെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഇടം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ട് നമുക്ക് കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഒരു മഴക്കാലത്തൊക്കെ വന്ന് ഇരിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടൊക്കെ പറ്റുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടുന്ന് ഉരുളൊക്കെ പൊട്ടിയിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഇവിടെ കണ്ടമാനം വന്ന് കിടപ്പുണ്ട്. ഇവിടെ പിള്ളേർ വന്ന് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നൈസായിട്ട് വന്ന് ഈ ഒരു ടൈമിലാണെങ്കിൽ നൈസായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാൻ കുളിക്കാൻ പറ്റുന്ന ടൈമിൽ ഇപ്പോൾ ഇതായിരിക്കും. വെള്ളം കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നമുക്ക് ചില ഭാഗത്തോട്ടൊന്നും എൻട്രി ഇല്ല. വെള്ളം കൂടുവാണെങ്കിൽ തീരെ എൻട്രി ഉണ്ടാകത്തില്ല, കാരണം അതിശക്തമായിട്ടുള്ള വെള്ളമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഉരുൾപൊട്ടുന്ന ഏരിയ ആണെന്ന് തോന്നും, കാരണം ഫുൾ റൗണ്ട് ഷേപ്പ് കല്ലുകളാണ് ഇവിടെ വന്ന് അടിഞ്ഞ് കിടക്കുന്നത്. ഞാൻ വിചാരിച്ച ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഈ ഒരു സ്പോട്ടിലോട്ടുള്ള വെള്ളം ഒഴുകി വരുന്നത്. പക്ഷേ ഇവിടെ നിന്നൊന്നുമല്ല. ഇവിടെ നിന്നൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു മഴക്കാലത്തൊക്കെ ഇവിടെ നിന്നൊക്കെ വരുമായിരിക്കാം. ഓക്കെ, ഇതിനൊക്കെ ചെറുതായിട്ടുള്ളൊരു അരുവി പോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്നല്ല ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള മെയിൻ വെള്ളം വരുന്നത് ഈ ഒരു കാണുന്ന പോലെ ഈ ഒരു സൈഡ് ഭാഗത്തിലൂടെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ അവിടുന്ന് വരുന്നു, പിന്നെ ഇവിടെ കുറച്ച് ഫില്ലാവുന്നു, പിന്നെ നേരെ താഴോട്ട് ഒലിച്ചു പോകുന്നു. ഇതാണ് ആറ്റുംപാറ വാട്ടർഫാളിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ശക്തി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്ന്. ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ ഈ ആറ്റുംപാറ വാട്ടർഫാളിനെ ഇപ്പോൾ അതിമനോഹരമാക്കുന്നത്. അത്യാവശ്യം പിള്ളേരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. അവിടെ ഇരുന്നാൽ താഴോട്ട് എത്തും. ഭയങ്കര വൈബ് സംഭവം, അടിപൊളി. ഓക്കെ, വൈക്കിലുള്ള പാറകളെല്ലാം വൈക്കിലാണ്, അതുകൊണ്ടാണ് അത്രത്തോളം വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ച് നടക്കുക, വേറെ ഡേഞ്ചർ സ്പോട്ടാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരു സ്പോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആറ്റുംപാറ വാട്ടർഫാൾ നമ്മൾ ഏകദേശം കവർ ചെയ്തു, ഈ ഒരു കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ നേരത്തെ അവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ പോയിട്ട് ആ ഒരു ഭാഗത്തോട്ട് പോയിട്ട് മഴ ഉള്ള കാലത്തൊക്കെ പോയിട്ട് നിൽക്കുവാണെങ്കിൽ ഒരു വേറെ ലെവൽ ഫീൽ വരുന്നതായിരിക്കും. തുടക്കത്തിൽ നമ്മൾ 2 ടിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു ടിക്കറ്റ് ആറ്റുംപാറ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ടിക്കറ്റ് പവർ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ചെറിയൊരു വെള്ളം ശേഖരിക്കുന്ന സ്ഥലം. ഇവിടെ അങ്ങനെ ആളുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് ആളുകളെ മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, അപ്പൂസിന് വേറൊരു ചേട്ടൻ കൂടിയുണ്ട്. ഇവിടെ നമ്മൾ 3 പേര് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. മുകളിൽ നിന്നൊരു പൈപ്പ് വരുന്നുണ്ട്. ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും തോന്നുന്നു വെള്ളം വരുന്നത്. ആ വെള്ളം നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പവർ സ്റ്റേഷനിലോട്ട് വരുന്നു. ഇവിടെ നിന്നായിരിക്കും കറണ്ട് ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഏകദേശം 3.5 കിലോമീറ്റേഴ്സ് ഉള്ളവർക്ക് ഇവിടെ നിന്നാണ്, ചെറിയൊരു പദ്ധതിയാണ്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നായിരിക്കാം. അതാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഏരിയ അത്രയേ ഉള്ളൂ. ഒരു 10 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് അത്രത്തോളം വേർത്താണെന്നല്ല, വേണവർക്ക് അന്ന് കണ്ടിട്ട് പോകും. ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പവർ സ്റ്റേഷനൊക്കെ. ഓക്കെ, ആറ്റുംപാറ വാട്ടർഫാളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈഡിലായിട്ട് ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആറ്റുംപാറ വാട്ടർഫാളായിരുന്നു. പിന്നെ നമ്മൾ പവർ സ്റ്റേഷൻ കവർ ചെയ്തു. പവർ സ്റ്റേഷനെ കുറിച്ച് നമുക്ക് അധികം ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഓവറായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്തായാലും 10 രൂപ ടിക്കറ്റ് ഉള്ളൂ. ആറ്റുംപാറ വാട്ടർഫാളിലോട്ടാണെങ്കിലും പവർ സ്റ്റേഷനിലോട്ടാണെങ്കിലും പറ്റുന്നവരൊക്കെ വന്ന് കണ്ടിട്ട് പോവാം. കാരണം മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നില്ല വേറെ വൈദ്യുതി ഉണ്ടാകുന്ന സ്പോട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ.